ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലോകത്തെവിടെ ഏത് രൂപത്തിൽ ഒരു പ്രശ്നം നടന്നാലും, യുദ്ധമാകട്ടെ, കലാപമാകട്ടെ, പ്രക്ഷോഭമാകട്ടെ, പ്രതിഷേധമാകട്ടെ, ധർണകളാകട്ടെ, എതിർപ്പുകളാകട്ടെ, വിമർശനങ്ങളാകട്ടെ, എതിരഭിപ്രായങ്ങളാകട്ടെ, അവിടെയൊക്കെ ആക്രമിക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായി മാറുന്നത് എന്തുകൊണ്ടാണ്? അവിടെ എല്ലായിടത്തും വേട്ടക്കാരായി എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിഭാഗം വരുന്നത്? അപ്പൊ അവർക്ക് എന്തും ചെയ്യാം, ആർക്കെതിരെയും. അത്തരം ഒരു നിലപാട് ഇന്നിവിടെയുണ്ട്. നമ്മുടെ ഈ കേരളത്തിലാണെങ്കിലും ഇന്ത്യ ഒട്ടാകെയാണെങ്കിലും ശരി, ഇന്ത്യ ഒട്ടാകെ ആക്രമിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമായിട്ട് ഇസ്ലാം മത വിഭാഗങ്ങളുടെ കണ്ണിലെ കരടായിട്ട് മറ്റു മതസ്ഥരും മതമില്ലാത്തവരും മാറുന്ന കാഴ്ച. ഇപ്പോൾ ഞാനൊക്കെ ഇസ്ലാം മതം ആർക്കും സ്ത്രീധനം കിട്ടിയതല്ല, ആരുടെയും തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതല്ല. ഇത് ഞങ്ങളുടെ മതമാണ്, ഞങ്ങളുടെ മതത്തെ പറയാൻ നിങ്ങൾ ആരാണ്? മതത്തിൽ നിന്നും പുറത്തു പോയവരൊന്നും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയണ്ട എന്ന് പറയാൻ നിന്റെയൊക്കെ വാപ്പമാർക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഇസ്ലാം എന്ന മതം. ഈ മതത്തിന്റെ ഭാഗമായിരുന്ന മാതാപിതാക്കളുടെ മകളായി ഇതേ മതത്തിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ ഈ മതം ലഭിച്ചത് അതുപോലെ തന്നെ ലഭിച്ചതാണ് എനിക്കും. എന്റെയും വാപ്പായ്ക്ക് സ്ത്രീധനം കിട്ടിയതല്ല. അതുകൊണ്ട് ഞാൻ ഈ മതത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ ആരും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കിത് പറയാൻ റൈറ്റ്സും ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങൾ വിശ്വസിക്കുന്ന അതേ മതത്തിൽ, അതേ ആശയത്തിൽ ഞാനും വിശ്വസിച്ചേ പറ്റൂന്ന്. എനിക്ക് വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കും, അല്ലെങ്കിൽ വിശ്വസിക്കില്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് എനിക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഏതൊരു കാര്യവും എനിക്ക് ചെയ്യാം. അത് പാടില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഈ മതത്തെ വിമർശിച്ചാൽ ഉടനെ നിങ്ങൾ ഇല്ലാ കഥകൾ മെനഞ്ഞാൽ ഞാൻ ഈ വിമർശനം ഇട്ടിട്ട് ഇറങ്ങി ഓടുവോ? ഇല്ല. അങ്ങനെ നിങ്ങൾ ഇത്രയും കാലം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഭയപ്പെടുത്തി അട്ടിച്ചമർത്തിയിരുന്നു. അവരും പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുണ്ടാക്കിയ ആ ചട്ടക്കൂടുണ്ടല്ലോ, അതൊക്കെ പൊട്ടിച്ച് പുറത്തു വന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? അധികമായാൽ അമൃതും വിഷമാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ മണൽത്തരികളെ പോലെ മുറുക്കി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഉതിർന്നു വീണ ഒരു മണൽത്തരിയാണ് ഇന്നിപ്പോൾ തീജ്വാലകൾ പോലെ ജ്വലിക്കാൻ നമ്മുടെ കൂടെയുള്ളത്. ആന്റണി തറേക്കടവിലച്ചൻ. ഓക്കെ, നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായി, പ്രതിഷേധമായി തുടങ്ങിയ ഒരു ചെറിയൊരു പ്രതിഷേധം, വിദ്യാർത്ഥികൾക്കിടയിലുള്ള ഒരു സംവരണ പ്രശ്നം, ഒടുവിൽ അത് എന്തായിട്ട് മാറി? ബംഗ്ലാദേശിലെ മുഴുവൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പീഡിപ്പിക്കപ്പെടുകയും ബലാത്കാരം ചെയ്യപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും പലായനം ചെയ്യപ്പെടേണ്ടി വരികയും ചെയ്യുന്ന രൂപത്തിലേക്ക് പോയി. ഒടുവിൽ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തുടച്ച് നീക്കാൻ യൂനിസ് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ കയറൂരി വിടുകയായിരുന്നു. പ്രേക്ഷകർക്കെല്ലാം നമസ്കാരം. അമല സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 20 വർഷത്തോളം, 15-20 വർഷത്തോളം പ്രധാനമന്ത്രിയായിരുന്ന അവിടുത്തെ ഷെയ്ഖ് ഹസീന, അതായത് രാഷ്ട്രപിതാവിന്റെ മകളാണ് ഷെയ്ഖ് ഹസീന, അവരവിടുന്ന് പലായനം ചെയ്തു. പാർലമെന്റ് പിരിച്ചുവിട്ടു പ്രസിഡന്റ്. പിന്നെ ഇവരുടെ ഈ പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാന എതിരാളിയായിരുന്ന ബീഗം സിയായെ തടവിൽ നിന്ന് മോചിപ്പിച്ചു. പിന്നീട് പുതിയ ഒരു മന്ത്രിസഭ അവിടെ സ്ഥാനമേറ്റു. ഇങ്ങനെ വലിയ വലിയ കൺഫ്യൂഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത് 2018 നടന്ന ഒരു പ്രത്യേക കലാപമാണ്. ഷാബാഗ് യൂണിവേഴ്സിറ്റിയിലും ധാക്ക യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ്, ഇവര് ജോലി അന്വേഷിക്കുന്നവരാണ്. PSCയിൽ ജോലിക്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പ്രത്യേകത ഇത് തന്നെയാണ്. 44% മാത്രമേ ജനറൽ കോട്ടയിൽ ജോലിയുള്ളൂ. ബാക്കിയെല്ലാം റിസർവേഷൻ ആയിട്ട് പോവുകയാണ്. അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് 30%, അവർക്കും അവരുടെ മക്കൾക്കും 30% റിസർവേഷൻ, 10% സ്ത്രീകൾക്ക് റിസർവേഷൻ, 10% പിന്നാക്ക ജില്ലകളിൽ നിന്നുള്ളവർക്കുള്ള റിസർവേഷനാണ്, 5% ന്യൂനപക്ഷത്തിന്, 1% വികലാംഗർക്ക്. ഇങ്ങനെ റിസർവേഷൻസ് എല്ലാം വെച്ച് ഒത്തിരി മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഏതൊരു സംവിധാനത്തിലും റിസർവേഷൻ വെച്ച് പോയി കഴിയുമ്പോൾ കഴിവുള്ളവർ പിന്തള്ളപ്പെടും. ഇങ്ങനെ പിന്തള്ളപ്പെട്ട് കഴിഞ്ഞപ്പോൾ കഴിവുള്ളവർക്കൊന്നും ജോലി കിട്ടാവുന്നപ്പോൾ ഈ സ്റ്റുഡൻസ് ഇങ്ങനെ വിപ്ലവം ഉണ്ടാക്കുന്നത്, അത് 2018 ഫെബ്രുവരിയിൽ ആരംഭിച്ചു. ഏപ്രിൽ ആയപ്പോഴത്തേക്കും രാജ്യം മുഴുവൻ വ്യാപിച്ചു. ഇങ്ങനെ വ്യാപിച്ച പശ്ചാത്തലത്തിൽ ഏപ്രിൽ മാസത്തിൽ ഈ അന്നത്തെ പ്രധാനമന്ത്രിയായ, അല്ലെങ്കിൽ ഇപ്പോഴും പ്രധാനമന്ത്രി നമുക്ക് പറയാവുന്ന ഷെയ്ഖ് ഹസീന ഈ നിയമം റദ്ദ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കോടതിയിലേക്ക് പോയി. പക്ഷെ കലാപം തുടർന്നുകൊണ്ടിരുന്നു. കാരണം ഈ കലാപത്തിൽ ഇവര് അറസ്റ്റ് ചെയ്ത ആളുകളെ മോചിപ്പിക്കുക, പോലീസിന്റെ ഉത്തരവാദിത്വമില്ലായ്മ, പിന്നെ അതിന്റെ കൂടെ അവർക്ക് അതിനിടയ്ക്കൊരു അവിടെ ഒരു റോഡ് അപകടം നടന്നപ്പോൾ റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ
ഈ കലാപത്തെ ദുരുദ്ദേശപരമായിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രതിപക്ഷം ചെയ്യുകയാണ്. അവിടുത്തെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും പിന്നെ ജമാഅത്തെ ഇസ്ലാമും കൂടെ ചേർന്ന് ഇത് ഹിന്ദുക്കൾക്കെതിരെ തിരിച്ചുകൊണ്ട് നമ്മൾ കാണുന്നത്. 2021 അവരത് മുതലെടുത്തു. അങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ തിരിച്ചുകൊണ്ട് വലിയ കലാപം ഉണ്ടാകുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനെ കലാപം ഇങ്ങനെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് 2024 ജൂൺ 5-ാം തീയതി ധാക്കയിലെ ഹൈക്കോടതി ഈ നിയമം റദ്ദാക്കിയത്. അത് റദ്ദാക്കിക്കൊണ്ട് പഴയതെല്ലാം കൂടെ തിരിച്ചുകൊണ്ടിരുന്നത്. ഇത് പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ജൂലൈ മാസത്തിൽ സുപ്രീം കോടതി ഇത് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും കലാപം ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഷെയ്ഖ് ഹസീന, അതായത് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നുണ്ട്. അത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അതല്ലാതെ പിന്നെ ഒറ്റുകാർക്കാണോ റിസർവേഷൻ കൊടുക്കേണ്ടത് ചോദ്യം. അപ്പോഴത്തേക്കും അവർക്കെതിരെയുള്ള കലാപമായിട്ട് ഓൾറെഡി ഇത് തരുന്നതാണ്. അവർക്കെതിരെ കലാപമായിട്ട് പറയാൻ പ്രൈം മിനിസ്റ്റർ രാജിവെക്കണം എന്നുള്ള നിശ്ചയമായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് മാറുകയും വലിയ കലാപങ്ങൾ, ഒരു ദിവസം തന്നെ 101 പേര് മരിച്ചതായിട്ട് റിപ്പോർട്ട് വന്നു ഓഗസ്റ്റ് മാസത്തിൽ. അങ്ങനെ വന്ന് ഓഗസ്റ്റ് 5-ാം തീയതി ഈ ഷെയ്ഖ് ഹസീന നാട് വിടുകയും അവിടെ ഒരു മന്ത്രിസഭ ഈ മുഹമ്മദ് യൂനുസ് നേതൃത്വത്തിലൂടെ സ്ഥാനമേറ്റെടുക്കുകയും ചെയ്തു. ഈ അവസരത്തിലെല്ലാം ഈ കലാപം എപ്പോഴുണ്ടായാലും ഹിന്ദുക്കൾക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഈ സാഹചര്യത്തിൽ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ അവിടെയുള്ള ഹിന്ദുക്കൾ ഷെയ്ഖ് ഹസീനയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിന്ദുക്കൾക്കെതിരെ കലാപം അഴിച്ചുവിടുന്നതായിട്ട് നമ്മൾ ഈ തീവ്രവാദികൾ അഴിച്ചുവിടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ ഹിന്ദുക്കളുടെ വീടുകളൊക്കെ ആക്രമിക്കപ്പെട്ടു, അമ്പലങ്ങൾ ആക്രമിക്കപ്പെട്ടു, സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഓഗസ്റ്റിൽ മാത്രം 2000-ഓളം അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടായി. 230 പേര് മരിച്ചു. ഇങ്ങനെ വലിയ കലാപമാണ്. 2024 നമ്മൾ പറഞ്ഞ ഈ കലാപം നടക്കുമ്പോൾ ഇതിങ്ങനെ തുറന്നു പോകുമ്പോൾ ഈ ഹിന്ദുക്കൾക്കെതിരെ തിരിച്ചുവിട്ടതിന് ഒരു പ്രത്യേക ഇൻസിഡന്റ് നമ്മൾ കാണുന്നത് നവംബർ 25-ാം തീയതിയാണ് ഈ വർഷം തന്നെ. അതായത് ഒരിക്കൽ ഇസ്കോൺ പറഞ്ഞാൽ ഹരേ കൃഷ്ണ മൂവ്മെന്റ് ആണ്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന, ശാന്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. തീവ്രവാദ സംഘടനയായിട്ട് നമ്മൾ കാണുന്നില്ല. അതേ സമയത്ത് ഈ നമ്മൾ നോക്കിയാൽ ഈ തീവ്രവാദ സംഘടനകൾ ഇവരുടെ ലെവലിൽ നാട് മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത്, അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ സംഘടനകളിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ഇവരവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഒരു സന്യാസി ആയിരുന്ന വൈഷ്ണവീയ നേതാവ് ചിന്മയി കൃഷ്ണദാസിനെയും 18 പേരെയും രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചിട്ട് അറസ്റ്റ് ചെയ്തു. ചിന്മയി കൃഷ്ണദാസിനെ അദ്ദേഹം ദേശീയ പതാകയെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, കാര്യത്രേ ഉള്ളൂ, ഒരു പതാക കിട്ടിയപ്പോൾ കുങ്കുമ പതാക ഇതിന് മുകളിൽ വന്നു എന്ന് വിചാരിക്കണം. അതിന് അദ്ദേഹത്തെയും 18 പേരെയും രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് അവിടെ പിന്നെയും ബഹളമായി, ഇദ്ദേഹത്തെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വക്കീലായിട്ടുള്ള റാമൻ റോയെ ഇസ്ലാമിക തീവ്രവാദികൾ അദ്ദേഹത്തിന്റെ വീട് കൊള്ള ചെയ്യുകയും അദ്ദേഹം മുറിവേറ്റ് ICUലാകുകയും ചെയ്തു. അപ്പോൾ വക്കീലന്മാരൊക്കെ പേടിച്ചു. ഇദ്ദേഹത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യാൻ ആളില്ലാതെ വന്നു. അപ്പോൾ കേസ് ജനുവരി 2-ലേക്ക് 2025 മാറ്റി വെച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കാണാനായിട്ട് ജയിൽ മരുന്ന് കൊടുക്കാനായിട്ട് പോയ മറ്റ് 2 സന്യാസിമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ വലിയൊരു ന്യൂനപക്ഷ വേട്ട അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് വാർത്തകളിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അച്ഛാ, ഹൈന്ദവ സഹോദരങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിച്ച ചിന്മയി കൃഷ്ണദാസിനെ അദ്ദേഹത്തെ അവിടെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അവിടെ ഒരു ഹൈന്ദവ വേട്ട ഉണ്ടാകുന്നത്? അതുപോലെ ഇപ്പൊ ഈ ഹിന്ദുക്കൾക്കെതിരെ ഈ വിപ്ലവത്തിൽ ഈ കലാപം തിരിച്ചുവിടുക എന്നുള്ളത് നമ്മൾ നോക്കിയാൽ ഇപ്പം മാത്രം സംഭവിക്കുന്നതല്ല. ചരിത്രം വായിച്ച പല അവസരങ്ങളിൽ വലിയ വലിയ കലാപങ്ങൾ ഇങ്ങനെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ടുണ്ടെന്ന് വായിക്കാനായിട്ട് കഴിയും. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കുക, പിന്നെ തൊട്ടടുത്തുള്ള ആളുകളെ അവിടെയുള്ള ആളുകളെ ആക്രമിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. 1971 അന്നാണല്ലോ ബംഗ്ലാദേശ് ഉണ്ടാകുന്നത്. ഇതുണ്ടാകുന്ന അവസരത്തിൽ അന്നത്തെ പട്ടാളക്കാർ, അത് 2 ഭാഗവും, ഒരു പാകിസ്ഥാനാണ്, പാകിസ്ഥാൻ ഈസ്റ്റും പാകിസ്ഥാൻ വെസ്റ്റും. പട്ടാളക്കാർ അന്ന് ഹിന്ദുക്കൾക്കെതിരെ അവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഉപദ്രവിച്ചതുകൊണ്ട് 2 മുതൽ 4 ലക്ഷം വരെ ആളുകൾ ഇന്ത്യയിലേക്ക് ഒന്ന് പലായനം ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു പ്രധാന സംഭവം കാണുന്നത് 1992 ഡിസംബർ 6-ാം തീയതി ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ ഡിസംബർ 7-ാം തീയതി ഈ ധാക്കയിലുള്ള ധാഗേശ്വരി അമ്പലം ഇവർ ആക്രമിച്ചു. അതായത് ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരാൾ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഉടനെ അതിന്റെ പ്രതികരണം തൊട്ട് അയലോകത്തുള്ള ആളുകൾ അവിടുന്ന് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളൊരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നത്. 2001 വരികയാണെങ്കിൽ ഈ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഇത് പരാജയപ്പെടുകയും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 2 പാർട്ടികളും തമ്മിൽ വലിയ കലാപം ഉണ്ടായി. കലാപം ഉണ്ടായപ്പോൾ വീണ്ടും ഇത് ഹിന്ദുക്കൾക്കെതിരെ തിരിച്ചുവിടുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മുടക്കുക, അത് നശിപ്പിക്കുക, അവരെ ഭയപ്പെടുത്തുക, വസ്തുക്കൾ പിടിച്ചെടുക്കുക എന്നൊക്കെയുള്ള പ്രവണതയാണ് ഉണ്ടായിരുന്നു. ഇത് വലിയ കലാപം ആയിരുന്നതുകൊണ്ട് 2009 അവിടുത്തെ ഹൈക്കോർട്ട് ഇതിനെതിരെ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചുരുക്കത്തിൽ ഇവരെവിടെയും മറ്റുള്ളവരെ ഭീതിപ്പെടുത്തിയാണ് ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത്. ഇപ്പൊ ചിന്മയി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത് എന്തിനാ? ഹിന്ദുക്കളുടെ മതവികാരം ഇളക്കിവിടാൻ. അദ്ദേഹത്തെ കാണാൻ വന്ന 2 സ്വാമിമാരെയും അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ കേസ് വാദിക്കുന്നതിന് വേണ്ടി വന്ന ആള് ഇന്നും ICUവിന്റെ സഹായത്തോടു കൂടിയാണ് ശ്വസിക്കുന്നത്. ഇത് ഭീതിപ്പെടുത്തുകയാണ്. ഇനിയും ഹിന്ദുക്കളാരും രംഗത്തിറങ്ങി ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ്ക്കു വേണ്ടി അതിനെതിരെ പ്രതിഷേധമുയർത്താതിരിക്കുന്നതിന് വേണ്ടി ഇവരെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളും അടിച്ച് തകർത്ത് ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ അവരുടെ
താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെട്ട മൈക്രോ ഫിനാൻസിന്റെ നോബൽ സമ്മാന ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനസ് നിശബ്ദം ഇതൊക്കെ കണ്ടാസ്വദിക്കുകയും ഇവർക്ക് മൗനമായി അനുവാദം നൽകുകയും ചെയ്യുന്നു, എങ്ങനെയും ഹിന്ദുക്കളെ ഇല്ലാതാക്കിക്കോ എന്ന്. അപ്പൊ ഇത് ഒന്ന് തുറന്ന് പറയാൻ ഹൈന്ദവ വിഭാഗത്തിൽ ആർക്കും ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇത് ഉറക്കെ പറയേണ്ടി വരുന്നത്. ഇനിയും കേരളത്തിലെങ്കിലും എല്ലാ വിഭാഗവും ഉണരേണ്ടിയിരിക്കുന്നു. നമ്മളിങ്ങനെ മീഡിയയിൽ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വഖഫ് വിഷയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ഏക സിവിൽ കോഡായിരുന്നാലും നമ്മൾ പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ കൃത്യമായി പറയണം. ഇനി നമുക്കറിയാം, ന്യൂനപക്ഷമാണ് എന്ന് പറഞ്ഞ് ഉള്ളിൽ അവർ ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം അവരിലുള്ള മുറിയൻ കുട്ടികൾ വരെ ഉൾക്കൊള്ളുന്ന സാഹചര്യത്തിൽ, അതുകൊണ്ടാണല്ലോ നിർമ്മല കോളേജിലെ കുട്ടികൾ പ്രതിഷേധ മുദ്രാവാക്യത്തിൽ ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന പദം ഉപയോഗിച്ചത്. അവർ വരെ അത് ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഇനിയും വെളിവ് വെള്ളിയാഴ്ചയുമില്ലാത്ത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്ന് പ്രതികരിക്കാനാണ്? നന്ദി.